ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും പീഡാനുഭവങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചു. ഈ വീഡിയോയിൽ റാന്നി വെല്ലുവിളിയിലെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വികാരി ഫാദർ അനൂപ് സ്റ്റീവൻ്റെ പ്രധാന കാർമ്മികത്വത്തിലാണ് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾ റാന്നി വെല്ലുവിളിയിൽ നടത്തിയത്. ശുശ്രൂഷകൾക്ക് ശേഷം യേശുവിന് കയ്പുനീര് നൽകിയതിൻ്റെ പ്രതീകാത്മകമായി വിശ്വാസികൾക്ക് കയ്പുനീര് വിതരണം ചെയ്തു. പള്ളിയിൽ കൂടിയ എല്ലാ വിശ്വാസികൾക്കും കഞ്ഞി വിതരണം ചെയ്തുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ചത്തെ എല്ലാ പരിപാടികളും പര്യവസാനിച്ചത്. വിശദമായ വീഡിയോകളുടെ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മത്സ്യകാലംബരാനെ നിനക്ക് സ്തുതി. മഹത്തായ ജയത്താലെന്നപ്പെടുകയും ഏറ്റത്തോടത്തിൽ വെച്ച് പരാജിതമായി പോയ ഞങ്ങളുടെ സ്വഭാവത്തെ ഉയർത്തുകയും ചെയ്ത നിനക്ക് സ്തുതി. ഇരിക്കുന്നവനുമായ നിനക്ക് സ്തുതി. ഭരണപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി പീഡയേറ്റവനായി പ്രകൃതിയാ പീഡാരഹിതനായിരിക്കുന്ന നിനക്ക് ഈശോനേ സ്തോത്രം തേ തൃത്വത്തിനായി കഷ്ടത തീടാത്തൊരു നിത്യസ്ഥിതി അതിനായി സ്തോത്രം. നിൻ ശ്രേഷ്ഠത വെളിവാക്കിയൊരാ ജഡധാരണം അതിനായി സ്തോത്രം. നിൻ മഹിമാവിൻ ഉന്നതിയെ താഴ്ത്തി നേരപ്പെടുത്തപ്പോൾ കാശിഷ്യന്മാരും പ്രധാനാചാര്യന്മാരും സപ്രന്മാരും ഒരുമിച്ച് കൂടി അവനെ അവിടെ സംഘാലയത്തിലേക്ക് കൊണ്ടുപോയി അവർ അവനോട്, നീ മശീഹായാകുന്നെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയില്ല, എന്നെ വിട്ടയക്കുകയില്ല എന്ന് പറഞ്ഞു. അവനെ കുരിശിൽ തറയ്ക്കണമെന്ന ഉച്ചസ്വരത്തിൽ പിന്നെയും പിന്നെയും അപേക്ഷിച്ചു. അവിടെ പ്രധാനാചാര്യന്മാരുടെയും ശബ്ദം ശക്തിപ്പെട്ടു വന്നു. അപ്പോൾ സമയം 3 മണിയായിരുന്നു. പീലാത്തോസ് ജനങ്ങളുടെ ഇഷ്ടം നടത്തണമെന്ന നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് ഒരു ഭാഗ്യാവസ്ഥയുടെ അനുഭവമാണ്. ഇന്ന് അനേകരോട് കടന്നു വരാൻ സാധിക്കാത്ത ഒരു സന്ദർഭവും കൂടിയാണ്. 2023 നമ്മളോടൊപ്പം ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേകരും ഇന്നിവിടെ ഇല്ല. അതുപോലെ തന്നെ 2025 വരും ദിവസങ്ങളിൽ എത്ര പേർ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് നമുക്ക് ഈ സമയത്തെ ഒരു ഭാഗ്യമായ സമയം, അല്ലെങ്കിൽ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു ഭാഗ്യ സമയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. വ്യാകുലവും
എങ്ങൽ മകനെ വത്സലനെ എന്നിവർ നിന്നെ നയിക്കുന്നു. തന്റെ മാതാവും അവരെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നു. അവർ വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ എന്റെ പുത്ര നീ എവിടേക്ക് പോകുന്നു? എന്റെ വാത്സല്യവാനെ നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പ്രാവിനെ പോലെ കുറുകിക്കരയുവാൻ തുടങ്ങി. അയ്യോ, വിദ്വേഷികളായ ജനത്തിന്റെ കയ്യിൽ നീ നിന്നെ എന്തിനെ ഏൽപ്പിച്ചു കൊടുത്തു? മേത്താങ്ങി തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നു. അവൾ വലിയ സങ്കടത്തോടെ എന്റെ വാത്സല്യവാനെ നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പ്രാവിനെ പോലെ കുറുകിക്കരയുവാൻ തുടങ്ങി. അയ്യോ, നിഷേധികളാ എന്റെ
ജനനീ സങ്കടവും വ്യാകുലവും പൂർണ്ണവൾ പ്രാസനം വേണോ ദ്വേഷികളോടെ കൈകളിൽ നീ എന്തിനു തനിയേൽപ്പിച്ചു മകനെ മനവത്സലനെ ഇന്നു നിനക്കു ഭവിച്ചുന്നാൾ വിതയും ദാക്ഷിയുമാതിതന്യം ശ്രീബാദോളിന്മേൽ താങ്ങി അപ്പോൾ നാടുവാഴിയുടെ പല പടയാളികൾ യേശുദാനെ കൂട്ടിക്കൊണ്ട് പ്രോത്തൂരിൽ എന്ന മണ്ഡപത്തിലേക്ക് പോയി. പട്ടാളത്തെ എല്ലാം അവന്റെ അടുക്കൽ കൂട്ടി അവർ അവന്റെ ഉടുപ്പ് മാറ്റി ഒരു ചുവന്ന കുപ്പായം ധരിപ്പിച്ചു. അവനെ രക്താംബരം ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു.
വലത്ത് കൈയിൽ ഒരു കോലും കൊടുത്തു. മുമ്പിൽ മുട്ടുകുത്തി അവനെ അവർ പരിഹസിച്ചു. അവനെ വന്ദിപ്പാൻ തുടങ്ങി. അവർ അവന്റെ അടുത്ത് നിന്ന്, യഹൂദന്മാരുടെ രാജാവേ, വാഴുക വാഴുക എന്ന് പറഞ്ഞ് അവന്റെ കർണം കടിച്ചു. അവർ അവനെ തുപ്പുകയും കോലെടുത്ത് അവന്റെ തലയിൽ അടിക്കുകയും ചെയ്തു. പീലാത്തോസ് പിന്നെയും പുറത്തേക്ക് വന്നവരോട്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിനായിട്ട് ഇതാ ഞാൻ ഇവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി വിടുന്നു എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് കരയേണ്ട, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെ കുറിച്ചും കരയുകയും. എന്നാൽ ഇതാ മന്ദികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും കുളിപ്പിക്കാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയേണ്ടി വരുന്ന ദിവസങ്ങൾ വരുന്നു. അപ്പോൾ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുകയെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുകയെന്നും നിങ്ങൾ പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് പ്രകാരം പ്രവർത്തിച്ചുവെങ്കിൽ ഉണങ്ങിയതിനോട് എന്താകും? ദുഷ്പ്രവർത്തിക്കാരായവർ രണ്ടുപേരെയും അവനോടുകൂടി കൊല്ലുവാനായിട്ട് കൊണ്ടുപോയി. അനന്തരം അവർ അവനെ തലയോട്ടെന്നർത്ഥമുള്ള ഗോകുൽത്ത എന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അവൻ അത് വാങ്ങിയില്ല. അവൻ തലയോട്ടി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ അവനെ അവർ കുരിശിൽ തറച്ചു. ഇവൻ യഹൂദന്മാരുടെ രാജാവാകുന്നു എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവാകുന്നു എന്ന് ഇവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസ്, ഞാൻ എഴുതിയത് തന്നെ എന്ന് പറഞ്ഞു. പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അവന്റെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 6 മണി സമയമായിരുന്നു. 6 മണി മുതൽ 9 മണി വരെ ഭൂമിയിൽ എല്ലായിടത്തും ഇരുട്ടുണ്ടായി. സൂര്യൻ ഇരുണ്ടുപോവുകയും ചെയ്തു. കളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലേ രക്ഷയുണ്ടായെന്ന ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാതമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർമ്മിടുന്നു. Masih
യർദ്ദിച്ചേവം വിധിനാഥാനല്ല ഭാഗ്യമഹാനീതിയാം രക്ഷകദാത്രത്തെ സംസ്കാരം ചെയ്യട്ടെ. പീലാത്തോസ്തോടാം യർദ്ദിച്ചേവം വിധിനാഥാനല്ല ഭാഗ്യമഹാനീതിയാം രക്ഷകദാത്രത്തെ സംസ്കാരം അവനെയോരന്മാർ തരുവിന്മേൽ തൂക്കി ജ്ഞാനമോ തരുവിന്മേൽ തൂക്കി ജ്ഞാനമോദീപാൻ അതിനെ നൽകാം. അരുമധ്യാനാട്ടിൽ ധനികനായി വാഴാം യോസേഫൻ നോലും മാനവനേകൻ. കുരിശിൽ തൂക്കപ്പെട്ട മെസ്സിയാനെ വിശുദ്ധ ശ്രീവാ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ ലക്ഷ്യവും വിജയത്തിന്റെ പതാകയും രക്ഷയുടെ ആയുധവും ആയി തീരുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, അതിന്റെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ച് അതിന്റെ വിജയശക്തിയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദോഷികളാൽ നീ കർത്താവേ ക്രൂശിന്മേൽ തൂക്കപ്പെട്ടു. പാണികൾ നീ നീട്ടി പാലിൽ നാലരിതങ്ങൾ കരഗതമാക്കി.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. സ്വദേശത്തും വിദേശത്തുമുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.